നമുക്കൊപ്പം ശ്രീ ജോയ് മാത്യു ചേരുകയാണ്. ശ്രീ ജോയ് മാത്യു, ഗുഡ് ആഫ്റ്റർനൂൺ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആക്ഷനിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ്? റിയാക്ഷൻ ഒന്നും സംഘടനകളിൽ നിന്ന്, താരസംഘടനയിൽ നിന്നടക്കം വരാത്തത് എന്താണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അത് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നോ രണ്ടോ പേപ്പറിലുള്ളൊരു നോട്ടീസല്ല. ഇത് 283 പേജുള്ള ഒരു ലീഗൽ റിപ്പോർട്ടാണ്. ഇത് വായിച്ച് മനസ്സിലാക്കാനൊക്കെ കുറച്ച് സമയമെടുക്കും. ഇത് ചാടിക്കയറി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് പോയി ഒരു ആപത്ത് ചാടാൻ ആരും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തന്നെ ഇത് മിനിഞ്ഞാന്ന് മുതലാണ് വായിച്ചു തുടങ്ങിയത്. 122 പേജ് ഞാൻ വായിച്ചിട്ട് എത്തിയിട്ടുള്ളൂ. ഇനി ബാക്കിയും കൂടെ പേജ് വായിക്കണമെങ്കിൽ എനിക്കിനി സമയം വേണം. അപ്പോഴേക്കും ആരോ പറയുന്നു ഇതിൽ കുറേ പേജ് ഇനി മിസ്സിംഗ് ആണ്, ഇനി അത് സംഘടിപ്പിച്ച് വായിക്കണം, എന്നിട്ടൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടനയുടെ പ്രതിനിധികൾ ആരും തന്നെ മീഡിയയെ ഫേസ് ചെയ്യാത്ത, മീഡിയയുടെ അഭിപ്രായം പറയാത്തത്. അടുത്ത ദിവസം തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പ്രതികരണം, സംഘടനാപരമായ പ്രതികരണം പുറത്തു വരുന്നതാണ്. ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ശ്രീ ജോയ് മാത്യു, അങ്ങ് ഏതായാലും 120 പേജ് വായിച്ചു കഴിഞ്ഞല്ലോ. 48ാമത്തെ പേജിലെ 96ാമത്തെ പാരഗ്രാഫ് അങ്ങ് കണ്ടു കാണുമല്ലോ. ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് പ്ലേസ് ബിഫോർ us, we are satisfied that women face sexual harassment even from very well known people in film industry who were named before the committee. ഇത് ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സിൽ 96ാമത്തെ പാരഗ്രാഫിൽ പറയുന്നതാണ്. അതിനുശേഷം താങ്കൾ വായിച്ച പേജുകൾ തന്നെയാണ് 54 എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലും ഈ സെക്ഷൽ ഡിമാൻഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പ്രസക്ത ഭാഗങ്ങൾ താങ്കൾ ഇതിനകം വായിച്ചതിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ഇൻഡസ്ട്രിക്കുള്ളിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ മലീമസമാക്കുന്ന ഇത്തരം സെക്ഷൽ ഡിമാൻഡ്സിലൂടെ പെൺകുട്ടികളെ, സ്ത്രീകളെ സമ്മർദ്ദത്തിലാക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ടല്ലോ, അവരൊക്കെ തുറന്നു കാട്ടപ്പെടേണ്ടതല്ലേ? ശ്രീ ജോയ് മാത്യു, അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ അത്തരം കേന്ദ്രങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുറന്നു കാട്ടപ്പെടേണ്ടതാണ്, നിയമപരമായിട്ട് നടപടി എടുക്കേണ്ടതുമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഉണ്ടെന്നാണ് 52 സ്ത്രീകൾ നൽകിയ മൊഴികളിൽ എല്ലാത്തിലും തന്നെ ഉൾപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഡിമാൻഡുകൾക്ക് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവരൊരു ട്രബിൾ മേക്കറാണ്, ഒരു മീ ടു പേഴ്സൺ ആണ് എന്നൊരു ടാഗ് ചാർത്തിക്കൊടുക്കുന്നു. വഴങ്ങുകയാണെങ്കിൽ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റായി മാറുന്നു. കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് ആയാലേ ഇൻഡസ്ട്രിയിൽ നിലനിൽപ്പുള്ളൂ എന്നതാണ് ഈ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സിൽ വന്നിരിക്കുന്നത്. അങ്ങേക്ക് ആ പൂർണ്ണ റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോൾ അക്കാര്യം ബോധ്യപ്പെടുകയും ചെയ്യും. ഒരിടത്തല്ല പലയിടത്തായി പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പരാമർശവുമുണ്ട്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പാണോ ശ്രീ ജോയ് മാത്യു? അല്ല, അങ്ങനെ റിപ്പോർട്ടിൽ ഞാനും കണ്ടു. പക്ഷേ എനിക്കത് ഡയറക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് അങ്ങനെ ഇത്ര ലിമിറ്റഡായിട്ട് 15 ആൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ലിമിറ്റിലുള്ളൊരു ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പവർ ഗ്രൂപ്പുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതിപ്പോൾ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും പവർ ഗ്രൂപ്പുകൾ ഉണ്ടാവും, നമുക്കറിയാതെ. സിനിമയിലുണ്ടായിരിക്കാം, ഉണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷെ അത് എത്ര ആൾ എന്തെന്നൊന്നും എനിക്കറിയില്ല. അതായത് അംഗങ്ങളുടെ എണ്ണം വിട്ടോളൂ, അത് കമ്മിറ്റിയുടെ മുന്നിൽ പറഞ്ഞതിൽ നിന്ന് കമ്മിറ്റി എത്തിയ അനുമാനമായിരിക്കാം 15 എന്നുള്ളത്. പക്ഷേ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു ലോബി അത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ പുറത്തുനിന്ന് കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ? പലരും ഒഴിവാക്കപ്പെടുന്നു, പലരും ഉൾപ്പെടുന്നു, പലരും കുറേ കാലങ്ങളിൽ സിനിമകളിൽ കാണാതിരിക്കുന്നു. അതൊക്കെ നമ്മുടെ കൺവെട്ടത്ത് 10-20 വർഷമായെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അല്ല, അങ്ങനെ ലോബി ഉണ്ട് അവർ പറയുന്നു, കമ്മിറ്റി പറയുന്നു. എനിക്ക് എവിഡൻസ് ഒന്നുമില്ല. എനിക്ക് എവിഡൻസ് ഉള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് അനുഭവങ്ങൾ വേണം. എനിക്കങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതായിട്ടോ ആരെങ്കിലും ഒഴിവാക്കുന്നതോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. തിലകനെ ഒഴിവാക്കിയത് അങ്ങ് അറിയാതെ പോയതാണോ? അല്ലല്ല, തിലകനെ ഒഴിവാക്കിയ പവർ ഗ്രൂപ്പ് അല്ലല്ലോ, തിലകനെ ഒഴിവാക്കിയ സംഘടനയല്ലേ. ആ സംഘടനയെ നിയന്ത്രിക്കുന്നത് സംഘടനയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പവർ ഗ്രൂപ്പ്? സംഘടനയെ നിയന്ത്രിക്കുന്നതും ഇതേ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായ ആളുകളാണ്. പവർ ഗ്രൂപ്പ് തീരുമാനിക്കുന്നതല്ലാതെ മറ്റൊന്നും നിയന്ത്രിക്കുന്നതല്ല അത് താങ്കൾ ആരോപിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കരുത്. അതായത് പറയുന്നതിൽ ഒരു അല്പം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ കാണണം. ഞാൻ ചോദിക്കുന്നത് പവർ ഗ്രൂപ്പ് അല്ല, തിലകനെ വിലക്കിയത് അന്ന് അമ്മ എന്ന സംഘടനയാണ്. ആണോ? അമ്മ എന്ന സംഘടനയുടെ തലപ്പത്താരായിരുന്നു? ആ തീരുമാനം എടുക്കുന്നതിലേക്ക് നയിച്ചതാരായിരുന്നു? നിങ്ങൾ പിന്നെ അത് പവർ ഗ്രൂപ്പാണോ? പവർ ഗ്രൂപ്പാണോ എന്നല്ലല്ലോ. പവർ ഗ്രൂപ്പിനെ കുറിച്ച് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അങ്ങേക്ക് അറിയില്ലല്ലോ. തിലകനെ വിലക്കിയത് താങ്കൾ
താങ്കൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തിലകനെ വിലക്കിയത് ആരാണ്? അതിനുശേഷമുള്ള ആത്മ എന്ന സംഘടനയെക്കുറിച്ച് കൃത്യമായി ഈ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അവിടേക്ക് ഞാൻ എത്തിയിട്ടില്ല. എന്നാലും ആത്മയിൽ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 62 എത്ര പേജായി? 112 പേജാ, അത്രേ ആയിട്ടുള്ളൂ. 112 പേജിലേക്ക് വരെ അങ്ങ് ഞാൻ മുഴുവൻ വായിച്ച് പഠിച്ചിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ സംസാരിക്കാം. അതല്ലേ നല്ലത്. ഈ പാതി വന്ന അല്ല, ശ്രീ ജോയ് മാത്യു, അങ്ങ് പൂർത്തിയാക്കിയ ഭാഗത്ത് തന്നെയുണ്ട് ഈ സെക്ഷൽ ഫേവേഴ്സിനെ കുറിച്ചുള്ള ഭാഗം. അങ്ങ് പൂർത്തിയാക്കിയ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് സംസാരിച്ചു പോകാം. ഞാൻ ഈ റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ടാണ് അങ്ങയോട് സംസാരിക്കുന്നത്. അങ്ങ് 125 എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതൊക്കെ ഞാൻ വായിച്ചു. അല്ല, അതൊക്കെ ഞാൻ വായിച്ചു. നിങ്ങൾ പറയുന്ന ആ പോയിന്റ്സ് ഒക്കെ ഞാൻ വായിച്ചു. ഞാൻ പറഞ്ഞ ആത്മസംഘടനയെക്കുറിച്ചുള്ള ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഈ സെക്ഷൽ ഹറാസ്മെന്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ എത്തി. അതൊക്കെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തെറ്റാണ്. അതിനെതിരെ നടപടിയെടുക്കുന്നത് ഉണ്ടെങ്കിൽ എന്നല്ലല്ലോ ശ്രീ ജോയ് മാത്യു, നടക്കുന്നുണ്ട്, എടുക്കണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. നടക്കുന്നുണ്ട്.